ക്രിസ്തുമതം, യഹൂദമതം, ഇസ്ലാം ഈ മൂന്ന് വലിയ മതങ്ങൾക്കും ഒരുപോലെ ഒരു വിശ്വാസമുണ്ട്. അതെന്താണെന്നോ, ഒരു രക്ഷകൻ വരുമെന്ന്. പക്ഷേ ആ രക്ഷകൻ ആരാണ് എന്ന ചോദ്യം വരുമ്പോഴാണ് ഈ മൂന്ന് വഴികളും മൂന്ന് ദിശയിലേക്ക് പിരിയുന്നത്. അപ്പോൾ ആ ഒരു പുരാതന പ്രഹേളികയുടെ ചുരുളഴിക്കാനാണ് നമ്മളിന്ന് ശ്രമിക്കാൻ പോകുന്നത്. ഇതൊരു മാതിരി ഒരു ഡിറ്റക്റ്റീവ് കഥ പോലെയാണല്ലേ? മുസ്ലിങ്ങൾ മഹദിയെ കാത്തിരിക്കുന്നു, ക്രിസ്ത്യാനികളും യഹൂദരും മിശിഹായെയും. പക്ഷെ എല്ലാവരും തെളിവുകൾക്കും ഉത്തരങ്ങൾക്കുമായി നോക്കുന്നത് ഒരേ സ്ഥലത്തേക്കാണ്, പുരാതന വേദഗ്രന്ഥങ്ങളിലേക്ക്. ശരി, അപ്പം നമുക്ക് അന്വേഷണം തുടങ്ങാം. നമ്മുടെ ഈ അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ ഒളിഞ്ഞിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? യെശയ്യാവിന്റെ പുസ്തകത്തിലാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇതിലെ വിവരണങ്ങളുണ്ടല്ലോ, അത് പലപ്പോഴും പരസ്പരം ചേരാത്ത പസിലിന്റെ കഷ്ണങ്ങൾ പോലെയാണ്. ഒരേ സമയം പല പല ദിശകളിലേക്ക് വിരൽ ചൂണ്ടുന്ന കുറേ സൂചനകൾ. ഈ പസിലിലെ ആദ്യത്തെ കഷ്ണം നമുക്കെടുക്കാം. അത് ക്രിസ്തീയ വ്യാഖ്യാനമാണ്. യെശയ്യാ പ്രവാചകൻ പറയുന്ന ഒരു കേന്ദ്ര കഥാപാത്രമുണ്ട്, സഹനദാസൻ. ഈ വ്യാഖ്യാനം മുഴുവൻ ആ കഥാപാത്രത്തെക്കുറിച്ചാണ്. ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് ഇത് മറ്റൊന്നിനെക്കുറിച്ചുമല്ല, യേശുവിന്റെ കുരിശുമരണത്തെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ ഒരു പ്രവചനമാണ്. അതായത് മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടി മുറിവേൽക്കുകയും സഹിക്കുകയും ചെയ്യുന്ന ഒരു രക്ഷകൻ. യേശുവിന്റെ ജീവിതകഥയുമായി ഈ വാക്കുകൾക്ക് അത്രയധികം സാമ്യമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. അപ്പോ ക്രിസ്തീയ കാഴ്ചപ്പാടിലെ ചിത്രം നമുക്ക് വ്യക്തമായില്ലേ? യെശയ്യാവ് പ്രവചിച്ച ആ സഹനദാസൻ യേശു തന്നെയാണ്. അദ്ദേഹത്തിന്റെ കുരിശുമരണത്തിലൂടെ മാനവരാശിക്ക് രക്ഷ കിട്ടുന്നു. ഇതാണ് ഈ പ്രഹേളികയ്ക്ക് അവർ നൽകുന്ന ആദ്യത്തെ ഉത്തരം. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. ഇവിടെയാണ് ഒരു കിടിലൻ ട്വിസ്റ്റ് വരുന്നത്. അതേ പുസ്തകം, അതേ വാക്യങ്ങൾ, അത് വെച്ചിട്ട് യഹൂദ പണ്ഡിതന്മാർ മുന്നോട്ട് വെക്കുന്നത് തീർത്തും വ്യത്യസ്തമായ ഒരു ചിത്രമാണ്. യഹൂദവാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഗ്രന്ഥം തന്നെ ദാസന്റെ പേര് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇസ്രായേൽ. അപ്പൊ പിന്നെ സംശയമില്ലല്ലോ, ഇതേതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചല്ല, മറിച്ച് ചരിത്രത്തിലുടനീളം ഒരുപാട് സഹനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഇസ്രായേൽ എന്നൊരു ജനതയെക്കുറിച്ചാണ് ഈ പ്രവചനം. അതാണ് അവരുടെ വാദം. അപ്പോ നമ്മളൊരു അടിസ്ഥാനപരമായ ചോദ്യത്തിലെത്തി. യെശയ്യാവിന്റെ ദാസൻ അതൊരു വ്യക്തിയാണോ അതോ ഒരു ജനതയാണോ? ഓർക്കണം, ഈ രണ്ട് വ്യാഖ്യാനങ്ങളും വരുന്നത് ഒരേ പുസ്തകത്തിൽ നിന്നാണ്. അതാണ് ഇതിലെ കൺഫ്യൂഷൻ. ഇത് മാത്രമല്ലാട്ടോ, അവർ വേറെയും ചില കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രവചനത്തിൽ പറയുന്നു ദാസന് ദീർഘായുസ്സും തലമുറകളുമൊക്കെ ഉണ്ടാകുമെന്ന്. പക്ഷേ യേശുവിന്റെ കാര്യം നമുക്കറിയാലോ, അദ്ദേഹം ചെറുപ്പത്തിലേ മരണപ്പെട്ടു. ഇത് ക്രിസ്തീയ വ്യാഖ്യാനത്തിലെ ഒരു വലിയ വൈരുദ്ധ്യമല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോ ഈ രണ്ട് വാദങ്ങളിങ്ങനെ നിൽക്കുമ്പോഴാണ് മൂന്നാമതൊരു കാഴ്ചപ്പാടുമായി ഇസ്ലാം വരുന്നത്. അതോടുകൂടി ഈ പസിൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ്. കാരണം ഇസ്ലാമിക വീക്ഷണം ഈ രണ്ട് വാദങ്ങളെയും ഒരുപോലെ ചോദ്യം ചെയ്യും. ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന രക്ഷകന്റെ പേരാണ് മഹ്ദി. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമിക പാരമ്പര്യമനുസരിച്ച് ഈ മഹ്ദിയെക്കുറിച്ചുള്ള വിവരണം മോശയ്ക്ക് തോറയിൽ നിന്ന് തന്നെ ലഭിച്ചിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും കുഴഞ്ഞുമറിയുന്നത്. ഒന്നാമത്തെ കാര്യം, യേശു കുരിശിൽ മരിച്ചിടയില്ലെന്ന് ഇസ്ലാം ഉറപ്പിച്ചു പറയുന്നു. അതോടെ ക്രിസ്തീയ വ്യാഖ്യാനത്തിന്റെ അടിത്തറ തന്നെ ഇളകിയില്ലേ? ഇനി രണ്ടാമത്തെ കാര്യം, ആ സഹനദാസൻ ഇസ്രയേൽ ജനതയാണെന്ന യഹൂദവാദം. അതും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അപ്പോ രണ്ടു വാദങ്ങളും തെറ്റാണെന്നാണ് അവര് പറയുന്നത്. ഈ ടേബിളൊന്ന് നോക്കിക്കേ. ഓരോ വ്യാഖ്യാനവും ചില സൂചനകൾക്ക് ഉത്തരം നൽകുന്നുണ്ട്, ശരി തന്നെ. പക്ഷെ അതേസമയം മറ്റുള്ളവയെ അങ്ങ് അവഗണിക്കുകയാണ്. അതായത് ഒരു താക്കോലും ഈ പൂട്ടിലെ എല്ലാ കള്ളികളെയും ഒരുമിച്ച് തുറക്കുന്നില്ല. അതുകൊണ്ടുതന്നെയാണ് ഇതൊരു തീരാത പ്രഹേളികയായി ഇങ്ങനെ തുടരുന്നത്. പക്ഷേ ഒരു നിമിഷം, നമ്മളിതിനെ നോക്കുന്ന രീതി തന്നെ തെറ്റാണെങ്കിലോ? ഇവയൊന്നും പരസ്പരം മത്സരിക്കുന്ന ഉത്തരങ്ങളല്ല, മറിച്ച് ഒരേ ഒരു ചിത്രത്തിന്റെ പല കഷ്ണങ്ങളാണെങ്കിലോ? അങ്ങനൊരു സാധ്യതയെക്കുറിച്ചാണ് ഈ വിശകലനം പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. ഈ ചോദ്യം വളരെ പ്രധാനമാണ്. നമ്മൾ ഇതുവരെ വൈരുദ്ധ്യങ്ങൾ, അതായത് പരസ്പരം ചേരാത്ത കാര്യങ്ങൾ എന്ന് കരുതിയതൊക്കെ ഒരുപക്ഷെ ഒരേ കഥയുടെ പല ഭാഗങ്ങളായിരുന്നെങ്കിലോ? ശരി, നമുക്ക് ഈ സാധ്യതയൊന്ന് പരിശോധിച്ചു നോക്കാം. ഒന്നാമതായി, യഹൂദ വ്യാഖ്യാനം പറയുന്നതുപോലെ ആ ദാസന്റെ പേര് ഇസ്രായേൽ ആണെന്ന് തന്നെ സങ്കൽപ്പിക്കുക. ഓക്കെ, ഇനി രണ്ടാമതായി, ക്രിസ്തീയ വ്യാഖ്യാനം പറയുന്നതുപോലെ ആ ദാസൻ ഒരു ജനതയല്ല, ഒരൊറ്റ വ്യക്തിയാണെന്നും കരുതുക. അപ്പൊ നമുക്കെന്ത് കിട്ടി? ഇസ്രായേൽ എന്നു പേരുള്ള ഒരു വ്യക്തി. ഇനി മൂന്നാമത്തെ കഷ്ണം, ഇതാണ് ഏറ്റവും നിർണായകം. ഇത് വരുന്നത് ഇസ്ലാമിക പാരമ്പര്യത്തിൽ നിന്നാണ്. അതായത്
യേശുവിനെ രക്ഷപ്പെടുത്തി അദ്ദേഹത്തിന് പകരം വേറൊരാളെയാണ് കുരിശിൽ തറച്ചതെന്ന് വിശ്വാസം. ആലോചിച്ചു നോക്കൂ, കുരിശിൽ തറയ്ക്കപ്പെട്ട ആ പകരക്കാരൻ, അയാളാണെങ്കിലോ ഈ കഥയിലെ യഥാർത്ഥ സഹനദാസൻ. ഇപ്പോ ഈ 3 കഷ്ണങ്ങളും ഒന്ന് ഒരുമിച്ച് വെച്ച് നോക്കിക്കേ. യെശയ്യാവ് പറഞ്ഞ സഹനദാസൻ, യേശുവിന് പകരം കുരിശിലേറ്റപ്പെട്ട ആ വ്യക്തി, തിരികെ വരുമെന്ന് വിശ്വസിക്കുന്ന മഹ്ദി. ഇവർ 3 പേരല്ല, മറിച്ച് ഇസ്രായേൽ എന്നു പേരുള്ള ഒരേയൊരു വ്യക്തിയാണെങ്കിലോ? അതാണ് ഈ സിദ്ധാന്തം പറയുന്നത്. ഈ വാദത്തിന് കൂടുതൽ ബലം നൽകുന്ന ഒരു ഭാഷാപരമായ കണക്ഷൻ കൂടെയുണ്ട്. ഇസ്രായേൽ എന്ന ഹീബ്രു പേരിന് ദൈവത്തിന്റെ ദാസൻ എന്നൊരർത്ഥം കൽപ്പിക്കാറുണ്ട്. ഇനി മഹ്ദിയുടെ ഒരു പേരായി പറയുന്ന അബ്ദുല്ല എന്ന അറബി വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അതും ദൈവത്തിന്റെ ദാസൻ എന്ന് തന്നെയാണ്. ഒരു കോയിൻസിഡൻസ് ആണോ? ഈ സിദ്ധാന്തത്തിന്റെ ഒരു രത്ന ചുരുക്കം ഈ വാക്കുകളാണ്. ഓരോരുത്തരുടെയും കയ്യിൽ ഈ വലിയ പസിലിന്റെ ഓരോ കഷ്ണമുണ്ടായിരുന്നു. പക്ഷെ ആർക്കും ആ മുഴുവൻ ചിത്രവും എന്താണെന്ന് മനസ്സിലായില്ല. അതായത്, ഈ സിദ്ധാന്തം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓരോ വിശ്വാസവും സത്യത്തിന്റെ ഓരോ ഭാഗം സംരക്ഷിച്ചു പോന്നു. അവയെല്ലാം കൂടിച്ചേരുമ്പോൾ മാത്രം പൂർണ്ണമാകുന്ന ഒരൊറ്റ കഥയാണ് യഥാർത്ഥത്തിലുള്ളത്. അതാണ് ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ആശയം. അപ്പോ നമ്മൾ കേട്ടത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പ്രവചനങ്ങളുടെയെല്ലാം രഹസ്യം തുറക്കുന്ന ഒരു മാസ്റ്റർ കീയാണോ? അതോ ഈ ഗ്രന്ഥങ്ങളെ വ്യാഖ്യാനിക്കുന്ന ചരിത്രത്തിലെ ഏറ്റവും പുതിയൊരു ചാപ്റ്റർ മാത്രമാണോ ഇത്? ഉത്തരം എന്തു തന്നെ ആയാലും ഈ പ്രഹേളിക നമ്മളെ വീണ്ടും ചിന്തിപ്പിക്കുന്നു, അല്ലേ?